ഇന്നലെ രാത്രി ഇവിടെ അടിപൊളി മഴ പെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ മുല്ലയ്ക്കൊന്നും ഒരു പ്രശ്നമില്ല, അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഉഷമലരിയൊക്കെ വീണ് പോയി, അങ്ങോട്ട് തളർന്ന് അങ്ങോട്ട് വീണ് പോയി. അപ്പോൾ ഇനി അതിൻ്റെ കൊമ്പ് മുറിക്കുകയോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കമ്പ് വെച്ചിട്ട് ഒന്ന് കെട്ടി വയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യണം. ഞാൻ വിചാരിച്ചെൻ്റെ ചീര ഞാൻ മാറ്റി നട്ടൊക്കെ മഴയത്ത് കുളിച്ച് ചെളിയിലൊക്കെ കുളിച്ചിടക്കുന്നുണ്ടാവും. പക്ഷേ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ, അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ ഈ ചീരയൊക്കെ ഷെയ്ഡിൽ വെച്ചേക്കണ കാരണം കുഴപ്പമൊന്നുമില്ല. ഒരെണ്ണത്തിൽ മാത്രം കുറച്ച് വെള്ളം കൂടുതൽ തങ്ങി ഇലയിൽ നിന്നിട്ടാന്ന് തോന്നുന്നു ഒന്ന് മറിഞ്ഞു വീഴും, എന്നാലും പ്രശ്നമില്ല. അപ്പം മരമുല്ലയൊക്കെ അതേ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ മഴ പെയ്ത് കഴിയുമ്പോഴാണല്ലോ മരമുല്ലയിലൊക്കെ നിറയെ പൂക്കളുണ്ടാവാം. ഇതിലിനിയിപ്പോൾ ഇപ്പം തന്നെ നിറച്ച് മുട്ടുകളായി തുടങ്ങിയിട്ടുണ്ടാവും. ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഈ മരമുല്ല നിറയെ പൂത്തുക്കളാണ്. നമ്മളന്ന് മാറ്റി നട്ട ഉഷമലരിയുടെ കൊമ്പ് മുറിച്ച് നട്ട ഉഷമലരിയുടെ തൈക്കളാണത്. പിടിച്ച മട്ടുണ്ട് കേട്ടോ. ഇനി വെയിലത്തേക്കൊക്കെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതേ കണ്ടോ, മരമുല്ലയിൽ അത്യാവശ്യം മുട്ടുകൾ ഇപ്പം തന്നെ കാണുന്നുണ്ട്. ഇനി ഇതൊരു 5-6 ദിവസം മാക്സിമം പോയാൽ നിറയെ പൂക്കളായിരിക്കും. ഇതുപോലെ മഴ പെയ്ത് കഴിഞ്ഞാൽ മരമുല്ല നിറച്ച് പൂക്കൾ കേട്ടോ. ഈ വക പ്ലാന്റ്സിനൊക്കെ മഴ അത്ര ഇഷ്ടമല്ല, ഒരുപാട് കൊണ്ടുകഴിഞ്ഞാലൊക്കെ ചീഞ്ഞു പോകും. ഈ വർഷം എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ആളാണ് കേട്ടോ അത് ഈ നിൽക്കണം അടീനിയ. ഒരു രക്ഷയില്ല കേട്ടോ. ഇതിന് കൊടുക്കാൻ പറ്റുന്ന എല്ലാ വളങ്ങളും കൊടുത്തു, ഹാർഡ് ഫോൺ ചെയ്തു, എന്ത് ചെയ്തിട്ടും പൂക്കില്ല എന്ന് തന്നെ വാശി. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ മെയ് മാസം ആകുമ്പോഴേക്കും പൂക്കുമായിരിക്കും എന്ന പ്രതീക്ഷയിൽ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മൊസാണ്ട് പോലെയുള്ള ചെടികളൊക്കെ എത്ര മഴ കൊണ്ടാലും എന്ത് പ്രശ്നം എന്ത് വന്നാലും നോ പ്രോബ്ലം, അടിപൊളിയായിട്ട് തന്നെ പൂക്കളും എല്ലാം നിൽക്കും. ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ നല്ല വെയിൽ വരുമല്ലോ, അപ്പോഴൊക്കെയും ഇതെല്ലാം നല്ല ഉഷാറായിട്ടുണ്ടാവട്ടെ. ഇതിൻ്റെ മഞ്ഞപ്പൂക്കളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഈ മഞ്ഞപ്പൂക്കൾ മാത്രം കോർത്തെടുത്തിട്ട് നമുക്ക് മാലയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. പണ്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. ഇപ്പം അതിനൊന്നും സമയമില്ല. മാത്രമല്ല മഞ്ഞപ്പൂക്കൾ വളരെ കുറവാണ്. മൊസാണ്ട കൊലകുത്തി പൂത്താലല്ലേ അതിൽ നിറയെ മഞ്ഞപ്പൂക്കളൊക്കെ ഉണ്ടാവുള്ളൂ, അതൊന്നുമില്ല. എന്തായാലും ചെത്തിയിലൊക്കെ എല്ലാ ദിവസവും നന്നായിട്ട് മുട്ട ഉണ്ടാവുന്നുണ്ട്. അധികം വളമോ ഒന്നും വേണ്ട, നിറയെ പൂക്കളും തരും. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ.